പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചാരവശാൽ മകരൻ രാശിക്കാർക്ക് ഇന്ന് ബുധൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്, സ്വന്തം ക്ഷേത്രത്തിലാണ്. അത്ര നല്ല ഭാവമാണോ 6-ാം ഭാവം? 6-ാം ഭാവം ശത്രുഭാവമാണ്. അവിടെ ബുധൻ നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇവിടെ ശുഭഗ്രഹം 6-ാം ഭാവത്തിൽ വരുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് നാം പറയും. പക്ഷെ അതിൻ്റേതായ പല ക്ലേശങ്ങളിലും മകരൻ രാശിക്കാർക്ക് ഈ ബുധൻ ഏതാനും ദിനങ്ങൾ ഉണ്ടാക്കും, 25 ദിവസക്കാലം. പിന്നീട് ബുധൻ കർക്കിടകത്തിലേക്ക് വരികയാണ്. വ്യാഴത്തോടുകൂടി യോഗം ചെയ്ത് കർക്കിടകത്തിൽ വന്നാൽ അത് വളരെ നല്ലതുമാണ്. മകരൻ രാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം അശത്രുഹു എന്നാണ്. ശത്രുവില്ലാത്ത ആൾ, നാസ്തി ശത്രുഹു യസ്യ സഹ, ഇദ്ദേഹത്തിന് ശത്രുവില്ല. 6-ൽ നിൽക്കുന്ന ബുധൻ ശത്രുക്കളെ നശിപ്പിക്കും. ഇവിടെ രേഖാപരമായ പല വിഷയങ്ങളിലും ധാരാളം ശത്രുക്കളുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചമത്കാരി ചിന്താമണിയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, വിരോധോ ജനാനാം നിരോധോ രിപൂണ, ജനങ്ങളുമായുള്ള വിരോധം, രിപൂണാം നിരോധ, ശത്രുക്കൾ തൻ്റെ യാത്ര തടസ്സമുണ്ടാക്കും, തടസ്സപ്പെടുത്തും. പ്രബോധോ യതീനാം ച രോധോരിനാനാം, അല്ലെ, വായു സംബന്ധമായ രോഗങ്ങൾ, വാതപിത്തക അഭാത്മകനാണ് ബുധൻ, അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാകാം. ബുധേ സദ്വയേന അപഹാരോ നിധീനാം ബലാദർത്ഥകത് സംഭവേ ശത്രുഭവേ, ശത്രുഭാവത്തിൽ നിൽക്കുമ്പോൾ ബലാത്കാരേണ ധനമുണ്ടാക്കും. അതിനാൽ കൈക്കൂലിക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. തങ്ങളുടെ കൈക്കൂലി വിഷയത്തിലൊക്കെ പിടിക്കപ്പെടുക, ഗവൺമെൻറ്റിൻ്റെ അപ്രിയമുണ്ടാകുമ്പോൾ വിജിലൻസിൻ്റെ മുതലായ ഉപദ്രവങ്ങളൊക്കെ വരുന്ന സമയമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബുധൻ ഭാഗ്യാധിപനാണ്. അതിനാൽ അച്ഛൻ ശത്രുവാവുക, അച്ഛൻ്റെ വിയോഗമുണ്ടാവുക, പലപ്പോഴും മകൻ അച്ഛനെ വിട്ട് ദൂരത്ത് പോവുക, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന ഊഷ്മളതകൾ പല രീതിയിലും നഷ്ടപ്പെട്ടു പോവുക. പലപ്പോഴും പൂർവികമായ സ്വത്ത് വിഷയത്തിൽ രേഖാപരമായ തർക്കം അമ്മയുടെ ഭാഗത്തിൽ നിന്നല്ല ഉണ്ടാവുക, അച്ഛൻ്റെ ഭാഗത്ത് നിന്നും തടസ്സങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളുമായി അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ താൻ വലിച്ചിഴക്കപ്പെടുന്നൊരു സമയമാണിതെന്നറിയണം. വളരെ ജാഗ്രത പാലിക്കണം. ഇവിടെ നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർത്ഥന വഴിപാടുകൾ ചെയ്യണം. ശത്രുദോഷത്തെ മാറ്റണം. ഇല്ലെങ്കിൽ ശത്രുക്കളുടെ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണെന്നറിയുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തി എന്ന മന്ത്രവും വളരെയധികം ഉപകരിക്കുന്നതാണ്. നന്ദി, നമസ്തേ.